ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൻ്റെ സ്നേഹകൂട്ടായ്മയെക്കുറിച്ച് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ തൻ്റെ വേർപാടിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന ആശ്വാസ വചനങ്ങളാണ്. ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ സഹായകനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവയെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. നമ്മുടെ പരിമിതികളെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവം ആ പരിമിതികളെ ദൂരീകരിക്കുവാനായിട്ട് ഒരു സഹായകനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമെന്ന് ഈശോ പറയുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമെന്നാണ് ഈശോ പറയുക. ഇത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ നമുക്ക് വരച്ചു കാണിക്കുന്നു. ഇന്നത്തെ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ, ജീവിത കോലാഹലങ്ങളുടെ ഇടയിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ത്രിത്വൈക ദൈവം നമുക്ക് നൽകുന്ന മാതൃകയായ ഐക്യത്തിൻ്റെ കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മ രൂപീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താം. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടാകുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ത്രിത്വം നൽകുന്ന ഈ കൂട്ടായ്മ നമ്മുടെ അനുദിന ജീവിതത്തിലും രൂപപ്പെടുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നു. നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുവേണ്ട കൃപയ്ക്കായിട്ട് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.